ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മനോളോ മാർക്കസ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്നും രാജിവെച്ചതിന് പിന്നാലെ പുതിയ പരിശീലകനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷനുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. ആകെ 170 അപേക്ഷകളാണ് ടീം ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. അതിൽ നിന്നും അവസാനത്തെ 3 പേരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പരിശീലകനായ ഖാലിദ് ജമീൽ, അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ പരിശീലകനായിരുന്ന സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ, അതുപോലെ തന്നെ കിർഗിസ്ഥാന്റെ പരിശീലകനായിരുന്ന ടർക്കോവിച്ച് എന്നിവരാണ് അവസാനത്തെ 3-ൽ വരുന്നത്. ഇതിൽ ഖാലിദ് ജമീലിന് നറുക്ക് വീഴും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പലരും ഇപ്പോൾ പിന്തുണക്കുന്നത് ഖാലിദ് ജമീലിനെയാണ്. ഇതിനിടെ ടൈംസ് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് FC ബാഴ്സലോണയുടെ സ്പാനിഷ് ഇതിഹാസമായ ചാവി ഹെർണാണ്ടസ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് ഒന്ന് ശ്രമിച്ചിരുന്നു. അതായത് ഈ 170 അപേക്ഷകളിൽ ഒന്ന് ചാവിയുടെ അപേക്ഷയായിരുന്നു. പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇത് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ചാവിയെ സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് കാരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ചാവിയുടെ ഒരു സാലറി തന്നെയാണ്. കാരണം വലിയ രൂപത്തിലുള്ള സാലറി ഈ പരിശീലകന് നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഇപ്പോൾ ഇന്ത്യൻ ടീം എടുക്കുകയായിരുന്നു. ഏതായാലും ഒരു ലെജൻഡിനെ പരിശീലകനാക്കാനുള്ള സുവർണാവസരമാണ് ഇന്ത്യ ഇപ്പോൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ചാവി ഏറ്റവും ഒടുവിൽ FC ബാഴ്സലോണയായിരുന്നു പരിശീലിപ്പിച്ചിരുന്നത്. പക്ഷേ അവിടെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനു മുൻപ് ഖത്തറിലൊക്കെ തന്റെ പരിശീലക മികവ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏഷ്യയിൽ തന്റെ പരിശീലക മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ചാവി. തീർച്ചയായും ഇന്ത്യ ഒരു കൈ ഇദ്ദേഹത്തിന് വേണ്ടി നോക്കണമായിരുന്നു എന്ന ഒരു അഭിപ്രായം ആരാധകർക്കിടയിൽ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സാലറി കണ്ടുകൊണ്ടാണ് ഫുട്ബോൾ ഫെഡറേഷൻ ഇത് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.